തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം. 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ. സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി, കോടതിക്ക് പിൻവശം, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട് 7012712910. സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ വിവരങ്ങൾ തലയെണ്ണിക്കൊണ്ട് നടപ്പിലാക്കുകയും വിവരങ്ങൾ പുറത്തുവിടണമെന്നും പത്രപ്രവർത്തക യൂണിയൻ മുൻ അധ്യക്ഷ എം.വി. വിനീത അഖില കേരള എഴുത്തച്ഛൻ സമാജം വടക്കാഞ്ചേരി മേഖലയിലെ വിവിധ ശാഖകളുടെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാനായിട്ട് അനീതിക്കെതിരെ ശബ്ദമുയർത്താനെത്തിയ പ്രിയപ്പെട്ട സമുദായ അംഗങ്ങൾ 4 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ ധർണ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 4 ആവശ്യങ്ങളും പിന്നോക്ക സമുദായമായ എഴുത്തച്ഛൻ സമുദായത്തിന്റെ അംഗങ്ങൾക്ക് സമൂഹത്തിന്റെ മുന്നോട്ടുള്ള വരവിനെ വഴിയൊരുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് മുൻപിലുണ്ട്. ഈ 4 ആവശ്യങ്ങളിലും ഏറ്റവും ആദ്യത്തെ ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്ന ജാതി സെൻസസ് നടപ്പിലാക്കപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാ പിന്നോക്ക സമുദായങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവേചനത്തിന് വലിയ പരിഹാരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നുള്ള വർഷങ്ങളായുള്ള ആവശ്യം പൂർണ്ണതയോടെ നടപ്പിലാക്കപ്പെടണം എന്നുള്ള മുദ്രാവാക്യത്തിന് തന്നെയാണ് ഏത് സമുദായവും പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് എന്ന് തോന്നുന്നു. ജാതി എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ ആഴവും പരപ്പുമേറിയ ഒരു വാക്ക് തന്നെയാണ്. അത് കേവലം ഒരു വാക്കല്ല, അത് വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു വാക്ക് തന്നെയാണ്. ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത്, അനുവദിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പിലാക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ പോലും അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മറനീക്കൽ മാത്രമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജാതി സെൻസസ് യാഥാർത്ഥ്യമാവാതെ അത് നടപ്പിലാക്കപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കില്ല. പ്രാതിനിധ്യ ജനാധിപത്യം സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും നടപ്പിലായാൽ മാത്രമേ പരിഷ്കൃതമായ ഒരു രാജ്യമായി ഭാരതം മാറുകയുള്ളൂ എന്ന് എം.വി. വിനീത അറിയിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം വടക്കാഞ്ചേരി മേഖലയിലെ ശാഖകളായ എങ്കക്കാട്, അകമല, വടക്കാഞ്ചേരി, പുന്നംപറമ്പ്, തെക്കങ്കര, മംഗലം ശാഖകളുടെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിന് മുൻപിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജില്ലാ പ്രസിഡന്റ് കെ ജയറാം അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് പി.ആർ. സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി വി.എ. രവീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ, ടി. മേപ്പിള്ളി, എം.എ. കൃഷ്ണനുണ്ണി, എം.എൻ. ശശികുമാർ, ടി.ബി. വിജയകുമാർ, പി.എസ്. ജയഗോപാൽ, കെ.ജി. അരവിന്ദാക്ഷൻ, വി.വി. അനിൽകുമാർ, രാമൻ എങ്കക്കാട്, പി.വി. സന്തോഷ്, പി.എസ്. രാജൻ, സതീഷ് തെക്കുങ്കര, താര ഉണ്ണികൃഷ്ണൻ, ജനാർദ്ദനൻ, രാമദാസ്, ടി.കെ. ഗോവിന്ദൻ എഴുത്തച്ഛൻ എന്നിവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വി.സി.വി. ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.